എന്തിനാ മാനസികമായി തളരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അത്രയും മിടുക്കിയായ കുട്ടി എന്തിനാ മാനസികമായിട്ട് തളരുന്നത്? തിരിച്ചു നല്ലത് പറയണ്ടേ, പ്രതികരിക്കണ്ടേ? ഇവിടെ മാല പാർവതി ചോദിച്ച പോലെ അബ്യൂസീവ് എക്സ്പീരിയൻസസ് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഒരു ബോൾഡ് റെസ്പോൺസ് കൊടുക്കാൻ കഴിയാത്തത്? ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഫിയർഫുൾ ആയിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിൻ പലപ്പോഴും ഒരു ഫൈറ്റ് മോഡിലേക്കല്ല മാറുന്നത്, പകരം ഒരു ഫ്രീസ് അല്ലെങ്കിൽ ഫോൺ മോഡിലേക്കാണ്. അതായത് ഫ്രീസ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി പാരലൈസ്ഡ് ആയി പോകും. നമ്മളങ്ങ് ഫ്രീസ് ആയി നിന്ന് പോകും, എന്ത് ചെയ്യണം എന്നറിയാതെ. അതുകൊണ്ടാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്. രണ്ടാമത്, ഫോൺ മോഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നിന്ന് നമ്മൾ അതാണല്ലോ ലേൺ ചെയ്തിരിക്കുന്നത്, എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യണം, ഒരു പീപ്പിൾ പ്ലീസർ ആകണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൽ ചിരിച്ചു തള്ളും, തമാശയായിട്ട് എടുക്കും. ഈ രീതിയിലുള്ള റെസ്പോൺസസ് ആണ് കോമൺലി സംഭവിക്കുന്നത്. ഇതൊരു നോർമൽ സർവൈവൽ മെക്കാനിസം ആണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം സിറ്റുവേഷനിൽ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചുകൂടി എംപത്തറ്റിക് ആയിട്ടുള്ള വാലിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ബോൾഡ്നെസ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ടതുപോലെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എ പ്രോസസ്. ഗ്രാജുവലി ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്ത് പയ്യെ പയ്യെ മാത്രം നമുക്ക് ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ? ലെറ്റ് മീ നോ ഇൻ ദി കമന്റ്സ്.